കെട്രിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ് നമ്മൾ വന്ന് ക്രിസ്തു നിദ്ര കൊണ്ടുവരൽ ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ നിരയുണ്ട്. താൻ്റെ നിരയിൽ എത്രയും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിരയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഈ റിസറക്ഷൻ പ്രോസസ്സിനകത്ത് വരുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ നിര യേശു, യേശുവിനോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ ചില വിശുദ്ധന്മാർ കല്ലറയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. പിന്നെ സഭയുടെ ഉൾപ്രാവണം പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞു ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണമാണല്ലോ. ഭരണത്തിൻ്റെ സമയത്ത് ആ ട്രിബുലേഷൻ്റെ സമയത്തുള്ളവരൊക്കെ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ 2 സാക്ഷികൾ വരുന്നു. അവർ മരിച്ച് അപ്പോൾ തന്നെ അവർ ഉയർത്തി നിൽക്കുന്നു. പിന്നെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടക്കുന്നു. പിന്നീട് മില്ലീനിയൽ കിങ്ഡം വരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റിസറക്ഷൻ, അത് എല്ലാ പാപികളും ന്യായവിധിക്ക് വേണ്ടി വരും. എന്നിട്ട് ഈ ഉയർത്തെഴുന്നേൽപ്പിൽ യേശുക്രിസ്തു ഉയർത്തുന്നേറ്റിനാൽ നമുക്കും ഉയർത്തുന്നേൽപ്പുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നിട്ട് മരണവും പുനരുത്ഥാനവും ആദാമിനോടും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ വിവരിക്കുന്ന വാക്യങ്ങളാണ് 21, 22 വാക്യങ്ങൾ. മനുഷ്യൻ മൂലം മരണം വന്നു. ഏത് മനുഷ്യനാണ്? ആദാമിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ മൂലം പുനരുത്ഥാനം ഉണ്ടായി. അത് ഏത് മനുഷ്യനാണ്? അത് ക്രിസ്തുവാണ്. ക്രിസ്തു ഉയർത്തുന്നതിന് മുമ്പ് പലരും ഉയർത്തിട്ടുണ്ട്, എന്നാൽ അവർ ആരും തന്നെ ജീവിച്ചില്ല. അതുമാത്രമല്ല, ക്രിസ്തുവിന് കിട്ടിയ ബോഡി അല്ലായിരുന്നു അവർക്ക് കിട്ടിയത്. യേശുക്രിസ്തുവിനൊരു ട്രാൻസ്ഫോംഡ് ബോഡിയായിരുന്നു കിട്ടിയത്. മറ്റുള്ളവർക്ക് സാധാരണ ഒരു ബോഡിയായിരുന്നു. അവർ വീണ്ടും മരിച്ചു എന്നുള്ളതാണ്. ശരിക്കും ഉയർപ്പൊക്കെ നോക്കുമ്പോൾ 4 ദിവസം കഴിഞ്ഞ ലാസർ പോലും 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ തിരിച്ചു അതുപോലെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നൊക്കെയാണ്. 4 ദിവസം കഴിഞ്ഞ് ലാസർ പോലും ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അവന് മരിച്ചു. ഇനി ഒരിക്കലും മരിക്കാതെ വണ്ണോ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിച്ചു. സകല മനുഷ്യരും ആദാമിൻ്റെ പ്രകൃതിയിലും കുറ്റത്തിലും പങ്കാളികളായിട്ട് അവർ മരിച്ചു. ഇത് ജന്മനാ ഉള്ളൊരു ഓഹരിയാണ്. എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അത് വിശ്വസിക്കുന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് അത് അർത്ഥമാക്കി തീർക്കുന്നത്. സകല മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് അതിനകത്ത്, ഒരാളെ ഒഴിവാക്കിയിട്ടില്ല. വിശ്വസിക്കുന്ന എല്ലാവരും, വിശ്വസിക്കാത്തൊരു ഉയർത്തെഴുന്നേൽക്കും. അതാണ് അവസാനത്തെ സെക്കൻഡ് റിസറക്ഷൻ എന്ന് പറയുന്നത്. അവർ ന്യായവിധിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. ദുഷ്ടന്മാരുടെ ഉയർപ്പിനെക്കുറിച്ച് പഴയ നിയമത്തിൽ ആദ്യം പറയുന്നത് ദാനിയേലിൻ്റെ പ്രവചനത്തിലാണ്, ദാനിയേൽ 12. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പ്രവചനം 12 പറയുന്നത് വിശുദ്ധന്മാരുടെ ഉയർപ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. 2 ഉയർപ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ 21-ാം വാക്യത്തിൽ അതിൻ്റെ നിരയെക്കുറിച്ച് പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് നിരയെക്കുറിച്ച് പറയുന്നുണ്ട്. 12-23 അതിൻ്റെ ക്രമം വിവരിക്കുന്നുണ്ട്. ഉയർപ്പിൻ്റെ 1-ാം നിര ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള ആളുകൾ ആ നിരയിൽ, ഞാനതാണ് നേരത്തെ പറഞ്ഞ ബാക്കിയുള്ളവർ ക്രിസ്തുവിനുള്ളവരുടെ ഉയർപ്പ് അവൻ്റെ വരവെങ്കിലാണ് എന്ന് പറയുന്നു. ക്രിസ്തുവിനുള്ളവരുടെ ഉയർപ്പ് അവൻ്റെ വരവെങ്കിലാണ്. അവൻ്റെ വരവ് എന്നാണുള്ളത്, അതാണ് റപ്ചർ എന്ന് പറഞ്ഞ 1 തെസ്സലോനിക്കർ 2:19, അതുപോലെ 4:15. ഇതെല്ലാം ഞാനത് വായിക്കാത്ത കാര്യം, ഇതെല്ലാം തന്നെ കഴിഞ്ഞ ആ ഉയർപ്പിൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ളവരെല്ലാവരും ഉയർക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾ മത്തായിയുടെ സുവിശേഷം 27:51-52 വാക്യങ്ങളിൽ ചില ആളുകൾ വിശുദ്ധന്മാർ ഉയർത്ത കാര്യം പറയുന്നുണ്ട്, കല്ലറയിൽ നിന്ന് ഉയർത്ത കാര്യം പറയുന്നുണ്ട്. എന്നാൽ അവർ കല്ലറ വിട്ടത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്നുവെച്ചാൽ ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷമാണ് കല്ലറ വിട്ടത് എന്ന് പറയുന്നുണ്ട്. കല്ലറ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരം പലതും അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഉയർത്തുന്നേറ്റു, കല്ലറ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഉയർത്തിട്ട് വിട്ടത് പിന്നീടാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തിൽ ഏൽപ്പിക്കും. അത് പിന്നീട് അവസാനം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ, അത് മില്ലേനിയം എല്ലാം കഴിഞ്ഞതിന് ശേഷം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനവും നടന്ന് ന്യായവിധി കർത്താവിന് കൊടുത്തിരിക്കുന്നതാണ്. അത് സഹസ്രാബ്ദത്തിന് ശേഷമാണ്, അവസാന പുനരുത്ഥാനമാണ്. ഇതാണ് അവിടെ പറയുന്നത്. അപ്പോഴേ
ഈ നടക്കേണ്ടുന്ന ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുകൂടി നടക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. 1, കർത്താവിൻ്റെ പ്രത്യക്ഷത. 2, ക്രിസ്തു വിശ്വാസികളുടെ പുനരുത്ഥാനം. 3, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. 4, ക്രിസ്തുവിൻ്റെ ഭരണം. അതാണ് അവൻ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സഹസ്രാബ്ദ ഭരണം നടക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ ഭരണത്തിന് ശേഷം എന്നർത്ഥം. 1000 ആണ്ട് വാഴ്ച. അതിനർത്ഥം വാഴ്ച, അധികാരം, ശക്തി, എല്ലാ തരത്തിലുള്ള ഭരണവും അധികാരങ്ങളും എല്ലാം ഉൾപ്പെടും. ഇതെല്ലാം പൗലോസ് നേരത്തെയുള്ള ലേഖനങ്ങളിൽ ഇതെല്ലാം വിവരിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. റോമർ 8:38, കൊലോസ്യർ 1:16, കൊലോസ്യർ 2:10-15 ഈ വാക്യങ്ങളിലെല്ലാം തന്നെ ഇത് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്. സകല വാഴ്ചകളുടെയും അധികാരത്തിൻ്റെയും ശക്തിയുടെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സകല അധികാരങ്ങളും പുത്രനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം പലപ്പോഴും വരും. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുക, അന്നേരം യേശു ആരാണ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരും. സകല അധികാരങ്ങളും പുത്രനുള്ളതാണ്. മത്തായി 28:18 പറയുന്നു സകല അധികാരവും പുത്രനുള്ളതാണ്, അല്ലേ? ഞാൻ വായിക്കണോ? ഓക്കെ. മത്തായി 28:18 യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശുവിന് അധികാരമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ യേശു പറഞ്ഞ കള്ളത്തരമാകത്തില്ലേ? ചെയ്യുന്നു. വീണ്ടും ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 17:2 നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. യേശു സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. 1 പത്രോസ് 3:22 അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് അധികാരം പുത്രനുള്ളതാണ്. ഇത് ചെയ്തു തീർക്കുവാൻ നൽകിയ പ്രവർത്തനങ്ങളുടെ അവസാന രംഗമാണ് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നത്. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ചു അവസാന ക്രമമാണത്. ശത്രുക്കളെ എല്ലാം നീക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യേക ഉദ്ദേശത്തോടെയാണ് പരമാധികാരം പുത്രന് നൽകിയത്. ഈ ഉദ്ദേശം നിവൃത്തിയാവുമ്പോൾ അധികാരം ആ ഉറവിടത്തിലേക്ക് തിരിച്ചു ചെല്ലും. അപ്പോൾ ക്രിസ്തുവിന് എന്തെങ്കിലും നഷ്ടമാകുന്നു എന്ന് ധരിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ പരമാധികാരം എതിർക്കുന്ന സകലത്തെയും അവസാനിപ്പിക്കുക എന്നാണ് തൻ്റെ ദൗത്യം. എല്ലാ എതിർപ്പുകളും ഇല്ലാതാവുമ്പോൾ പുത്രന് പങ്കുള്ള ആ ദിവ്യാധികാരം സമഗ്രമാകുകയും ദൈവീകരണം ഭംഗമില്ലാതെ തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോഴേ ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, ദൈവത്തിൻ്റെ പർപ്പസ് ഭംഗമില്ലാതെ തുടരും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന സകലത്തെയും വാഴേണ്ടതാവുന്നു. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാകുവോളം വാഴേണ്ടതാവുന്നു എന്ന് 25-ാം വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് അപ്പോഴാണ് അത് വാഴേണ്ടതാകുന്നു എന്ന് പറയുന്ന കാര്യം. രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ക്രിസ്തു വാഴണം. ഈ വാഴ്ചയുടെ ദൈർഘ്യത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 1000 ആണ്ട് വാഴ്ചയുമായിട്ട് തന്നെ ബന്ധിപ്പിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ വാഴ്ചയിൽ ക്രിസ്തുവിനുള്ളവർക്കും പങ്കുള്ളതായി പൗലോസ് വിവരിക്കുന്നു. വീണ്ടും ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോവും. മരണം സജീവമായി നിൽക്കുന്ന ഒന്നാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രുവാണ്. ഇപ്പോഴും ഈ നമ്മുടെ തന്നെ എറ്റേണൽ ഡെത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ മരണം അതില്ലാതെയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സയൻസ്. മരണം നീങ്ങിപ്പോകുമെന്നതിന് മരണം പ്രവർത്തനരഹിതമായ നിലയിലെത്തും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മരണം പിന്നെ ഇല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരണസ്പർശനമേക്കാത്ത ആരും തന്നെ ഇന്നില്ല എന്നാൽ അന്ന് മരണം ഉണ്ടാകുകയില്ല. ഒടുക്കത്തെ എന്ന് പറഞ്ഞാൽ
ലാസ്റ്റ്, ഒടുക്കത്തെ ശത്രു. ഒടുക്കത്തെ ശത്രുവാണ് മരണം. ഈ ഒടുക്കത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഒടുക്കത്തെ ആദാം, അത് ക്രിസ്തുവാണ്. ലാസ്റ്റ് ആഡം. 15:45 പറയുന്നത് ഒടുക്കത്തെ ആദം. അതുപോലെ 15:52 പറയുന്നത് ഒടുക്കത്തെ കാഹളം, രൂപാന്തരം, അദ്രവത്വം പ്രാപിക്കുന്നു. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. ഈ ഒരു വാക്യം നമുക്കെപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സകലത്തെയും കീഴാക്കി ക്രിസ്തു ഒരിക്കലായി കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതിന് ശേഷം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ സകലത്തെയും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം പുത്രനെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു കഴിയുമ്പോൾ പുത്രൻ മാത്രമല്ല സകലതും പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ഇതിൻ്റെ പരമോദ്ദേശം ദൈവം സകലവുമാകുക എന്നതാണ്. അത് കാലസമ്പൂർണത എന്ന നിത്യയുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. കാലസമ്പൂർണത എഫേസ്യർ 1:10 അത് സ്വർഗത്തിലും ഭൂമിക്കുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ കർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒന്നാക്കി എടുത്തിട്ട് കാലസമ്പൂർണതയിൽ, ഇപ്പം ക്രിയേഷൻ്റെ സമയത്ത് പോലും യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതിൽ ദൈവത്തോടുള്ള പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് വന്നു. അതായിരുന്നു റെസ്പോൺസിബിലിറ്റി. അതിന് പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും ഒന്നാകുന്നു എന്ന് പറയുന്നതുമായിട്ട് യോജിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആളുകൾ ചോദിക്കും. അതാണ് ചോദ്യം. പിതാവും പുത്രനും ഒന്നാകുന്നു എന്നത് ദൈവത്വത്തിൽ അവർ ഒന്നെന്നാണ്, അല്ലേ? തത്വത്തിൽ ഒന്നായും ആളത്വത്തിൽ രണ്ടായും വെവ്വേറെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന് തൃത്വം നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു. എന്നാൽ ദൈവം രാജാവാണ്. എന്നാൽ ഈ രാജ്യത്വത്തോട് സാത്താന് യുദ്ധം തുടങ്ങി, മത്സരം തുടങ്ങി. മനുഷ്യന് കൊടുത്ത വാഴ്ച അവൻ തട്ടിയെടുത്തു. നമുക്ക് മനസ്സിലാക്കണം, മനുഷ്യന് കൊടുത്ത വാഴ്ച തട്ടിയെടുത്തു. ഈ വാഴ്ച അവസാനിപ്പിച്ചിട്ട് ഈ അഖിലാണ്ടത്തിൻ്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തി അതുവരെയും പിതാവ് വാഴിച്ച രാജാവായി വേറിട്ട് നിന്ന് പ്രവർത്തിച്ച കർത്താവ് സഹസ്രാബ്ദത്തിൽ ഭൂമിയുടെ ആധിപത്യം ക്രിസ്തു നേരിട്ട് നടത്തി ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. പുതിയ ഭൂമിയിലാകട്ടെ പിതാവ് ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കുകയും നേരിട്ട് ഭരണം നടത്തുകയും ചെയ്യും. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ട് സഹസ്രാബ്ദത്തിൽ 1000 ആണ്ട് വാഴ്ച, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. യെശയ്യാവ് 32:1 എസ്കേൽ 48:35 ഉണ്ട്. എന്നാൽ എറ്റേണിറ്റിയിലെ പിതാവിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പുതിയ ഭൂമിയിലാകട്ടെ പിതാവ് ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കുകയും നേരിട്ട് ഭരണം നടത്തുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 21:3-5 അന്നീലെ ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് ഏർപ്പിക്കും. വെളിപ്പാട് 21:24 പുത്രൻ പ്രതിസിംഹാസനത്തിൽ കൂടെ ഇരിക്കും. കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്ന ആശയം ഇതാണെന്ന് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ബൈബിൾ പ്രശ്നാവലിയിൽ നിന്ന് കാണപ്പെടുന്നു. അപ്പോഴേ കുറഞ്ഞു പോവുകയല്ല, യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം യേശുക്രിസ്തു ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ സകലതും കൊടുത്ത് പിതാവും പുത്രനും നേരത്തെ ഒന്നായിരുന്നത് പോലെ
ഇപ്പോഴും അവർ ഒരുമിച്ച് ആയിരിക്കും. ക്രിയേഷൻ്റെ സമയത്തുള്ള അവസ്ഥയിൽ തന്നെ ആയിരിക്കും എറ്റേണിറ്റിയിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഞാൻ എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഞാനത് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇടാം. പിതാവും പുത്രനും ഇവിടെ രണ്ടായോ, അല്ലെങ്കിൽ പുത്രൻ കീഴ്പ്പെട്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ശരിക്കും ഇതിൻ്റെ ആൻസർ ട്രയൂണൻ ഗോഡ് ട്രിനിറ്റിയിൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ എപ്പിസോഡിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ദൗത്യം യേശു പൂർത്തിയാക്കി. പുനരുത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ ദൗത്യം യേശു പൂർത്തിയാക്കുന്ന കാര്യങ്ങളാണ് പൗലോസിന് വെളിപ്പെട്ടത് ഇവിടെ എഴുതി നമുക്ക് തന്നിരിക്കുന്നത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരിക്കലെ കർത്താവിനൊപ്പം നമ്മളായിരിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ വെച്ചാണ് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ പുനരുത്ഥാനത്തിൽ ഒന്നും വരത്തില്ല. പിന്നീട് ഒരു രണ്ടാം പുനരുത്ഥാനമുണ്ട്. അതിൽ നമ്മൾ ന്യായവിധിക്ക് വേണ്ടി വരികയും നിത്യമായ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ ഈ ഗഹനെക്കുറിച്ച്, യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അകപ്പെടാതിരിക്കാൻ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുകയും അവൻ്റെ മക്കളായി തീരുകയും ചെയ്യാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. ഈ പഠനവും ചിന്തയൊക്കെ കൂടുതലായിട്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും നമ്മൾ ദൈവത്തിൽ ഉറയ്ക്കുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു ഇന്നും ജീവിക്കുന്ന കർത്താവായി ഇരിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, ഈ ഒരു അനുഭവത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഹൃദയങ്ങളിലെ യേശു രക്ഷകനും കർത്താവുമായി വന്ന് അവരെ സഹായിക്കുകയും വീണ്ടെടുക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ ആധിപത്യം എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ്റെ സമയമാണ് അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴേ ആ തുറന്നിരിക്കുന്ന അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള സമയം ഓപ്പൺ ആയിരിക്കുന്നതിനാൽ ഈ സമയത്ത് പ്രവേശിക്കുവാൻ കർത്താവെ പ്രിയപ്പെട്ടവരെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ വെളിപ്പാടുകൾ കൊടുക്കുകയും ദൈവത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ദൈവിക പദ്ധതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ ആ വഴികളും അതുപോലെ അതിൻ്റെ പ്രവൃത്തിയും അവരുടെ ജീവിതങ്ങൾ അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കാനുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതൊരു വേസ്റ്റ് അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. അവിടെ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിലും നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രെയർ എന്തെങ്കിലും ഈ ഫസ്റ്റ് സൺഡേയിലുള്ള മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ലൈവ് മീറ്റിംഗ് ഉണ്ട്, ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ നിങ്ങൾ നമ്പർ അയച്ചു തന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.